നമ്മളും കടലും ഒരുപോലെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ വിചാരം എന്നാണെന്നറിയാം, നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞാൽ നമുക്ക് ആശ്വാസം കിട്ടുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓടിപ്പാഞ്ഞ് നടന്ന് എല്ലാവരോടും ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കടലിൻ്റെ തിരക്കും അതുപോലെ ഒരു കുഴപ്പമുണ്ട്. അത് കര വന്ന് അടിച്ചു കഴിയുമ്പോൾ അതിന് സമാധാനം കിട്ടുമെന്നാണ് അത് വിചാരിച്ചേക്കണേ. വീണ്ടും വന്ന് കടലിൻ്റെ തിരകൾ വന്ന് കരയടിക്കുന്നു, അത് തിരിച്ച് വീണ്ടും കടലിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ അത് കടലിൻ്റെ ഉൾഭാഗമാണ്, ഉൾക്കടലാണ് ശാന്തമായി കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമ്മളും ഇങ്ങനെ നമ്മൾ പുറം ലോകത്ത് അന്വേഷിച്ച് നടക്കും. ഒരിടത്ത് സമാധാനം കിട്ടാത്തപ്പോൾ നമ്മൾ വീണ്ടും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും, ഉറപ്പായ കാര്യമാണ്. അപ്പം നമ്മൾ ആദ്യം സമാധാനം കണ്ടെത്തേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. നമ്മുടെ ബുദ്ധിയിൽ ആലോചിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കുക. അല്ലാതെ തിരയടിക്കും പോലെ കരയിൽ പോയി അടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. മറ്റുള്ളവരോടൊന്നും ഒത്തിരി പറഞ്ഞുകൊണ്ട് നടന്നിട്ടും കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തുക, അതാണ് വേണ്ടത് കേട്ടോ.